അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ശ്വേതാ മേനോന്റെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അൻസിബയുടെ അപേക്ഷ കോടതി തള്ളി. എറണാകുളം മുൻസിഫ് കോടതിയാണ് ഈ അപേക്ഷ തള്ളിയിട്ടുള്ളത്. നിതിൻ സേവ്യറി വാർത്തയുടെ വിവരങ്ങൾ നൽകും. നിതിനെപ്പോൾ അൻസിബയ്ക്ക് തിരിച്ചടിയാണല്ലോ. തീർച്ചയായും ഷിയാസ്, അൻസിബയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടിയാണ്. മുൻപ് അൻസിബ നൽകിയിട്ടുള്ള ഹർജികളൊക്കെ തന്നെ അൻസിബയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളതെങ്കിൽ, പക്ഷേ ഈ കാര്യത്തിൽ അൻസിബയ്ക്ക് കോടതിയിൽ നിന്നും ഒരു തിരിച്ചടിയാണ്. ശ്വേതാ മേനോൻ നൽകിയിരിക്കുന്ന ഹർജിയിൽ അൻസിബയ്ക്ക് കക്ഷി ചേരാനാവില്ല എന്നാണ് എറണാകുളം മുൻസിഫ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ജനറൽ ബോഡി യോഗത്തിൽ നിലവിലുള്ള ഭരണസമിതിക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്നാണ് അവർ രാജി പ്രഖ്യാപിച്ച് പുറത്തു പോകുന്നത്. പിന്നീട് രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൺവീനർ ആക്കിക്കൊണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ വിധിക്കെതിരായാണ് തങ്ങൾ, അല്ലെങ്കിൽ ഈ അഡ്ഹോക് കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത തീരുമാനത്തിനെതിരായാണ് തങ്ങൾ ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ലെന്നും തങ്ങൾക്ക് തന്നെ ഭരണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ കോടതി ഉത്തരവിട്ടിരുന്നു. അതിനെ തുടർന്ന് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ തിരികെ ഭരണത്തിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇനി താൻ ഈ പരിപാടിയുമായി മുന്നോട്ട് വരില്ല എന്ന് രമേശ് പിഷാരടി അന്ന് തന്നെ പറഞ്ഞതുമാണ്. ഈ കോടതിയിലും താൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിയുമായി തനിക്ക് തുടർന്ന് പോകാൻ സാധിക്കില്ല എന്ന് രമേശ് പിഷാരടി കോടതിയിൽ പറഞ്ഞിരുന്നു. അതിനൊപ്പമാണ് അൻസിബ തന്നെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കക്ഷി ചേരാൻ കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. അൻസിബയെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. അൻസിബയ്ക്ക് ഈ കേസുമായി, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഔദ്യോഗികമായി രാജിവെച്ച് ഭരണസമിതിയിൽ നിന്നും ഒഴിഞ്ഞുപോയ അൻസിബയ്ക്ക് ഇത്തരത്തിൽ ഹർജി നൽകാനാവില്ല എന്നാണ് ശ്വേതാ മേനോന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. നേരത്തെ തന്നെ ശ്വേതാ മേനോൻ ഇതുമായി ബന്ധപ്പെട്ട് അൻസിബ കക്ഷി ചേരുന്നതിനെ എതിർത്തിരുന്നു. ഏതായാലും ശ്വേതാ മേനോന്റെ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് അൻസിബയ്ക്ക് തിരിച്ചടി നൽകുന്ന ഈ വിധി ഇപ്പോൾ മുൻസിഫ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഷിഹാസ്, ശരി.